താങ്കളെ ആരെങ്കിലും ഒക്കെ ചേർന്ന് മാനസിക രോഗിയാക്കാൻ, താങ്കൾക്ക് മാനസിക രോഗമില്ല, മാനസിക പക്ഷെ നിങ്ങളെ ഒരു മാനസിക രോഗിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആരൊക്കെയാണത്? പ്രധാനമായിട്ടും എൻ്റെ വീട്ടുകാർ തന്നെയാണ് ശ്രമിക്കുന്നത്. വീട്ടുകാർ? അതെ, വീട്ടുകാർ താങ്കളെ ഒരു മാനസിക രോഗിയാക്കാൻ ശ്രമിക്കുകയാണ്. അതെ അതെ, മാതാപിതാക്കൾ. എന്താണ് അവരുമായിട്ട് താങ്കൾക്കുള്ള പ്രശ്നം എന്താ? ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ അച്ഛനുമായിട്ട് അതെ നിരന്തരമായിട്ട് വീട്ടിൽ കലഹമാണ്. അതെ, കലഹമാണ്. ഈ കാരണത്താൽ ആത്മഹത്യ ചെയ്യാൻ വരെ താങ്കൾ ശ്രമിച്ചിട്ടുണ്ട്. അച്ഛനുമായിട്ട് വഴക്കിടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്വഭാവത്തിന് വളരെയധികം ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന സ്വഭാവമാണ്. വളരെയധികം ഒരു സാഡിസ്റ്റിക് ക്യാരക്ടറാണ്. അതുകൊണ്ട് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയും അനിയനും വീട്ടിൽ നിൽക്കാറില്ല. അപ്പം അതുകൊണ്ട് ഈ കുടുംബ പ്രശ്നത്തിൻ്റെയും പിന്നെ വീടിൻ്റെ ഭാഗമായിട്ടുള്ള സ്വത്ത് തർക്കത്തിൻ്റെയും അതൊക്കെ അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ എൻ്റെ അടുത്താണ് സത്യം പറഞ്ഞാൽ തീർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നോട് വളരെ മോശമായി പെരുമാറും. ഞാൻ തിരിച്ചെന്തെങ്കിലും പറയുമ്പം ഉടനെ ഭ്രാന്താശുപത്രി കൊണ്ടുപോകാമെന്ന് പറയും. അതായത് ഒരു ശിക്ഷ എന്നുള്ള തരത്തിൽ നിർബന്ധിപ്പിച്ച് കൊണ്ടുപോവുക ഓരോ തവണ. ഈ അച്ഛൻ്റെ എന്ത് ഘടകമാണ് യഥാർത്ഥത്തിൽ? അച്ഛൻ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാരനാവുന്നത്? അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽ ഭീകരമായി മർദ്ദിക്കുമായിരുന്നു കുട്ടിക്കാലം മുതൽ. അപ്പം പലപ്പോഴും അത് പരാതിപ്പെട്ടിട്ടൊന്നുമല്ല. വലുതായി കഴിഞ്ഞിട്ടും പലപ്പോഴും ഉണ്ടായ സംഭവങ്ങൾ പരാതിപ്പെട്ടിട്ടൊന്നുമല്ല. പിന്നെ ഇങ്ങനെ ഓരോ തവണയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും, ഞാൻ പോലീസിനെ വിളിച്ചു കൂട്ടും. പെട്ടെന്ന് ഭ്രാന്താശുപത്രി വന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. പിന്നെ ഓരോ തവണ ഇൻസൾട്ട് ചെയ്ത് ഇങ്ങനെ അച്ഛനെ ഇത്തരം രീതിയിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കുക? ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കുന്നത് എങ്ങനെയാ? ചൂടാവോ? അല്ലെങ്കിൽ ഇല്ല, ഞാൻ പ്രതികരിക്കാറില്ല. സാധാരണ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുകയാണ്. ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിൽ മരുന്ന് കഴിക്കണം, ഭ്രാന്താന്ന് ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയും. അതായത് വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പറയും, ഞാൻ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടും, അല്ലെങ്കിൽ ഭ്രാന്താശുപത്രി വരണം എന്നൊക്കെ പറയും. ചില സമയം നിർബന്ധിപ്പിച്ച് കൊണ്ടുപോകും. നിങ്ങൾ വയലന്റ് ആവാറുണ്ടോ വീട്ടിൽ? ഇല്ല, വയലന്റ് ഒന്നും ആവാറില്ല. വെറുതെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ എതിർത്ത് സംസാരിക്കുമ്പോൾ കൊണ്ടുപോകും. എതിർത്ത് സംസാരിക്കും, അതാണ് പോയിന്റ്. എതിർത്ത് സംസാരിക്കുമ്പോൾ എതിർത്ത് സംസാരിക്കുന്ന ആളുകളൊക്കെ മാനസിക രോഗിയാണെന്നാണ് ഈ അച്ഛനൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അതെ അതെ, അത് രണ്ട് അമ്മയും അനിയനെ കുറിച്ചും പറയുന്നുണ്ട്. അവര് പിന്നെ വീട്ടിൽ നിൽക്കുന്നില്ല, ഞാൻ വീട്ടിലുണ്ട്, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകുന്നു, അത്രേ ഉള്ളൂ. അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് എന്താണ് താങ്കളുടെ താല്പര്യമില്ലാതെ പോലീസുകാര് വീട്ടിൽ വരികയായിരുന്നു. ഏതായിരുന്നു ആ ദിവസം? ഏപ്രിൽ 5, 2025. അപ്പം അന്ന് ഞാനും അച്ഛനും തമ്മിൽ എറണാകുളത്ത് ജോലിക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് എനിക്ക് മുഴുത്ത ഭ്രാന്താണ്, അത് ചികിത്സിച്ച് മാറിയതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തർക്കങ്ങളുണ്ടായി, വീട്ടിൽ ബഹളം വെക്കും ഒക്കെ ഉണ്ടായി. അപ്പം ഞാനിപ്പം വരാം എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയി കഴിഞ്ഞിട്ട് ഞാനപ്പം UPSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ UPSCയുടെ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നോക്കുമ്പം വീട്ടിൽ പോലീസ് വാതിൽ തള്ളി തുറന്നിട്ട് വീട്ടിലെ വാതിലിന് കൊളുത്തൊന്നും വെക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല. അപ്പം വാതിൽ പെട്ടെന്ന് ഞാൻ ചാരി ഇട്ടിട്ടേ ഉള്ളൂ, അത് കൊളുത്ത് പെട്ടെന്ന് ഭ്രാന്താശുപത്രി പോകാം എന്ന് പറഞ്ഞിട്ട് പോലീസ് ഇതായി. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ വരാനൊന്നും പറ്റില്ല, നിങ്ങൾ ഇടയ്ക്കിടെ ഇതാക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ വാറൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഇവിടെ എറണാകുളത്തായിരുന്നു? അല്ല, ഞാൻ പത്തനംതിട്ട ഉണ്ടായിരുന്നു. അപ്പം ഇവർ നിർബന്ധിപ്പിച്ച് പെട്ടെന്ന് ഹാൻഡ് കഫ് ചെയ്തു, വിലങ്ങ് വെച്ചു. അപ്പം വിലങ്ങ് വെച്ചിട്ട് ഞാൻ പിന്നെയും തയ്യാറായില്ല. അപ്പോൾ അവർ നിങ്ങൾ വീട്ടിലായിരുന്നോ ഈ സംഭവം? വീട്ടിലായിരുന്നു. കഴുത്തിൽ പെട്ടെന്ന് കയറി ഇങ്ങനെ പിടിച്ച് ഞാൻ വരാതായപ്പോൾ പെട്ടെന്ന് അമ്മയൊക്കെ ഇങ്ങനെ നിലവിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വിട്ടു. ഈ സെക്ഷൻ 100 എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇട്ടെങ്കിൽ മാത്രമേ അത്തരത്തിലെ ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കൂ. അതിട്ടായിരുന്നോ പോലീസ്? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സെക്ഷൻ 100 എന്ന് പറയുന്ന വകുപ്പ് ഇടണം. പിന്നെ 2 സൈക്കാട്രിസ്റ്റുമാർ
എന്താ അറ്റസ്റ്റ് ചെയ്യുകയും വേണം, ഇദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്യാൻ മാത്രമുള്ള ഇതുണ്ടെന്ന്. അതൊന്നും ചെയ്തിട്ടില്ല. ഈ പോലീസുകാർ വരുന്നത് മാതാപിതാക്കൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്? പിതാവ് പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ. പോലീസ് ജീപ്പിലൊന്നുമല്ല, പിതാവ് ഒരു കാറിൽ 2 പോലീസുകാരെ കൊണ്ടുവന്നു. കാറിൽ കൊണ്ടുവന്നു. പിതാവിനപ്പോൾ പോലീസുകാരുമായിട്ട് ബന്ധമുണ്ട്? വളരെ അടുത്ത ബന്ധമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ ഈ ഇതാദ്യമായിട്ടാണോ ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ജനുവരി മാസത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. അന്ന് രാത്രി പോലീസ് വന്നു. ഞാൻ പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട, നാട്ടുകാരൊക്കെ അറിയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ കൂടെ പോയി അത്തവണ. പക്ഷെ അത് സ്ഥിരമായിട്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നടപടികളിലേക്ക്. താങ്കളുടെ ഇതൊക്കെ നേരിടുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു? ഒരുപാട് നാണക്കേടുണ്ട്. കാരണം ഇതുപോലൊരു ജോലി ചെയ്യുമ്പം നാട്ടുകാരുടെ മുന്നിൽ പോകും. അല്ല, ആളുകൾ താങ്കളെ എങ്ങനെയാണ് കാണുക? വളരെ മോശപ്പെട്ട രീതിയിലാണ്. ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എങ്ങനെയാണ് കാണുക? കാമുകി എങ്ങനെയാണ് കാണുക? ഒരു വിവാഹം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് കാണുക? അതാണ് നാട്ടിൽ പോകുമ്പം എന്താ പറയുക, ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും ആൾക്കാർ ഒരു മോശപ്പെട്ട ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് ആഗ്യം ഇല്ലാന്ന് പോലും പറയുന്നില്ലേ ഇപ്പോൾ. അതുകൊണ്ട് കൈകൊണ്ട് ആഗ്യം കാണിക്കുന്ന തരത്തിലാണ് ഇപ്പം. അതായത് ഈ അച്ഛൻ്റെ ഈ പെരുമാറ്റം കാരണം താങ്കൾക്ക് യാതൊരു തരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെങ്കിലും നാട്ടുകാരൊക്കെ താങ്കളെ ഇപ്പോൾ ഒരു മാനസിക രോഗിയായിട്ടാണ് കാണുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് കാണുന്നത്. നാട്ടില് കഥകളും പറഞ്ഞു വരുത്തുന്നുണ്ടെന്ന് ഞാൻ പറയുന്ന കേട്ടു. ആരൊക്കെയോ എന്നോട് പറഞ്ഞു, ആരൊക്കെ 1-2 പേര് എന്നോട് ചോദിച്ചു. അപ്പം 3-4 ദിവസം പോലീസ് സ്റ്റേഷനിലായിരുന്നല്ലേ പോലീസ് വന്നിട്ട്, അതിനുശേഷം ഭ്രാന്താശുപത്രിയിലായിരുന്നല്ലേ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ കേട്ടു. കുറച്ച് സുഹൃത്തുക്കൾ മാത്രം എന്നോട് പറഞ്ഞു. എല്ലാവരും കാണുമ്പം കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ ഹെൽമെറ്റ് ഇട്ട് അങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നു എന്ന് മാത്രം ശ്രദ്ധിക്കാതെ. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ 2025 ഏപ്രിൽ 5-ാം തീയതിയാണ് അവിടത്തേക്ക് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ചികിത്സ നേടിയത് അവിടെയല്ലേ? അതെ. 2025 ഏപ്രിൽ 5-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജ്. അന്ന് അവിടത്തേക്ക് കൊണ്ടുപോകാനുണ്ടായ സാഹചര്യം എന്താ? അന്ന് ഇതാണ്, വീട്ടിൽ എറണാകുളത്ത് ജോലിക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടായി. അന്നാണ് പെട്ടെന്ന് പോയിട്ട്, ഞാൻ കണ്ടില്ല. രാവിലെ പോവാ എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ പോലെ എവിടെയെങ്കിലും പോവായിരിക്കുന്നു കരുതി. പിന്നെ ഒരു 10 മണി സമയമായപ്പോഴേക്കും 2 പോലീസുകാർ വീട്ടിൽ അതിക്രമിച്ച് കയറി പെട്ടെന്ന് പെട്ടെന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബലം പ്രയോഗിച്ച് ബലം കിട്ടു. നമ്മുടെ നിയമം നിയമം പറയുന്നത് ഒരു മാനസിക ആരോഗ്യത്തിന് ഒരാളെ ചികിത്സിക്കുമ്പോൾ അയാളുടെ സമ്മതം ഡോക്ടർ മേടിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മെഡിക്കേഷൻ തരുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യുമ്പം ആ വ്യക്തിയുടെ, പ്രത്യേകിച്ചും പനിയോ ഛർദിയോ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന പോലെയല്ല, ആ വ്യക്തിയുടെ കൺസെന്റ് വളരെയധികം ആവശ്യമാണ് ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ. ഇത്തരം കൺസെന്റുകൾ താങ്കൾക്ക് ഒരുപാട് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഇത്തരം ഹോസ്പിറ്റലുകളിൽ പോയപ്പോൾ തന്നില്ലേ? തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം കൺസെന്റുകൾ ഈ ഡോക്ടറോ ആശുപത്രികളോ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. കൺസെന്റ് പോയിട്ട് എന്നോട് സംസാരിക്കാറ് പോലും ഇല്ല. എന്നോട് ഇന്നേ ഒരു ഡോക്ടറും ഒരു തവണ ഒരു ഡോക്ടർ സംസാരിച്ചു. അന്നത്തെ തവണ ഒരു കുഴപ്പമില്ല, OP-യിൽ എന്തെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ മതി. വേറെ ഒരു ഡോക്ടർ ഇന്നേവരെ എന്നോട് സംസാരിക്കുക, കൺസെന്റ് ചോദിക്കുന്നതുകൊണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിക്കാറ് പോലും ഇല്ല. എന്ത് മെഡിക്കേഷനാണെന്ന് അറിയില്ല, എന്ത് മരുന്നാണെന്ന് എനിക്കറിയില്ല, എനിക്കിതൊന്നും അറിയൊന്നുമില്ല. ഞാൻ ഇത് നിയമപരമായി നീങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെയാണ് മരുന്ന്, ഇതാണ് അസുഖം എഴുതിയേക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അല്ല, അപ്പോൾ അവിടെ പോയപ്പം എന്താ പറഞ്ഞില്ലേ, എനിക്ക് മരുന്ന് വേണ്ട, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയാറുണ്ട്, എനിക്ക് സംസാരിക്കാൻ അവസരം തരാറില്ല. ഞാൻ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു 2 മിനിറ്റ് സംസാരിക്കുക, എന്നിട്ട് അങ്ങോട്ട് മാറി വെക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് ഇതാക്കുന്നത്. ഏതൊക്കെ ആശുപത്രികളിൽ ഈ കാലയളവുകളിൽ പോയിട്ടുണ്ട്? അവിടെ നിന്നൊക്കെ നേരിട്ട നിയമവീഴ്ചകൾ, ക്രൈം എന്തൊക്കെയാണ്? ആദ്യം NSS ഹോസ്പിറ്റൽ പന്തളം, അവിടെയാണ് കൊണ്ടുപോയത്. അവിടുത്തെ ഡോക്ടർ ഉണ്ണികൃഷ്ണ പിഷാരടി. അപ്പം അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുമ്പോൾ ഒന്നും അദ്ദേഹം സംസാരിക്കുന്ന കേൾക്കുന്ന പോലും ഇല്ല. ഉണ്ണികൃഷ്ണ പിഷാരടി. അപ്പം എവിടെയാ ഹോസ്പിറ്റൽ? എവിടെയാ? NSS പന്തളം, NSS ഹോസ്പിറ്റൽ പന്തളം. അപ്പം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ ഈ
ഇങ്ങനെ കുടുംബകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ആ ഡോക്ടർ ഞങ്ങളുടെ നാട്ടിൽ കുറേ കാലം അവിടെ ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതിനടുത്തുള്ള ഏതോ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കുടുംബകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ അവരെ അറിയാം, ഇവരെ അറിയാം, അവിടുത്തെ മക്കളെന്താ ജോലി ചെയ്യുന്നത്, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് എനിക്കിത് പറയാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നു. എന്നിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ മരുന്ന് തന്നു. മൊബൈൽ ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ചു വെച്ചു. മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിച്ചു വെക്കുന്ന അത് മരുന്നിൻ്റെ എന്താ മരുന്ന് എന്ന് പോലും അറിയാൻ വേണ്ടി. താങ്കൾ ഈ സമയത്ത് കോൺഷ്യസ് ആണോ? ബോധവാനാണ്. എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയായിരുന്നു. ഞാനിപ്പം വന്നില്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ വിളിച്ച് അവസാനം പിടിച്ചു കെട്ടി കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയായിരുന്നു. കോൺഷ്യസ് ആയിരുന്നു. എവിടെ? NSS കൊണ്ടുപോകുന്ന സമയത്ത് ബസ്സിലാണ് പോയത്, അല്ല വേറൊന്നുമില്ലല്ലോ. അന്ന് പോലീസ് വന്നില്ല? അന്ന് പോലീസ് വന്നില്ല. അത് ഏതായിരുന്നു ഡേറ്റ് എന്ന് ഓർമ്മയുണ്ടോ? അന്നത്തെ ഡേറ്റ് ജനുവരി ഒരു ദിവസമാണ്. ജനുവരി 2025 ജനുവരി ഒരു 10-നും 18-നും ഇടയ്ക്ക്, ആ ഒരു 10-നും 20-നും ഇടയ്ക്കുള്ള ഒരു ദിവസം ബസ്സിലാണ് പോയത്. ബസ്സിലാണ്, KSRTC ബസ്സിലാണ് പോയത്. താങ്കൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ നിർബന്ധിച്ച് കൊണ്ടുപോകായിരുന്നു? അച്ഛൻ നിർബന്ധിച്ചു കൊണ്ടുപോയിരുന്നു. അച്ഛൻ നിർബന്ധിച്ചു കൊണ്ടുപോയിരുന്നു. KSRTC ബസ്സിലാണ് പോയത്. ഒരു KSRTC ബസ്സിൽ കോൺഷ്യസ് അല്ലാത്തവരൊക്കെ പോകാൻ പറ്റില്ല. അല്ല, ഈ ഡോക്ടറെ അടുത്ത്, ഈ പിഷാരടി ഡോക്ടറെ അടുത്ത് നേരത്തെ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ആദ്യമായിട്ട് പോകാം. പോകാം. അപ്പോൾ ഡോക്ടർ ആദ്യമായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളെടുത്ത് ചോദിക്കുമല്ലോ എന്താ പ്രശ്നം എന്നുള്ളത്. അതെ. അത് ചോദിച്ചില്ലേ? ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിക്കാറേ ഇല്ല. എന്നോട് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആരും ചോദിക്കാറേ ഇല്ല. ഉടനെ വന്ന് താങ്കൾക്ക് മരുന്ന് തന്നു. അങ്ങനെ ഡയഗ്നോസ് ചെയ്യാതെ മരുന്ന് തന്നു. ഞാനൊരു തവണ, എനിക്കിപ്പോഴും ഓർക്കുന്നു, ഈ NSS പന്തളം ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കിടന്നോ? 2 ദിവസം കിടന്നു. 2 ദിവസം കിടന്നു. അപ്പോൾ 2 ദിവസം മെഡിക്കേറ്റഡ് ആയിരുന്നു? 2 ദിവസം മെഡിക്കൽ. ഏത് മരുന്നായിരുന്നു തന്നത്? അറിയില്ല, റെക്കോർഡ്സ് കിട്ടിയിട്ടില്ല. എന്തായാലും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മരുന്ന് ഏത് മരുന്നാണ് കഴിച്ചതെന്ന് അറിയില്ല. ഇല്ല. അല്ല, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലേ? സാധാരണ നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് മരുന്നാണ് തന്നത് കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ്ഡ് ചെയ്ത് തരുമല്ലോ, അത് തന്നില്ല? ഇല്ല, മരുന്നുകൾ മാത്രമേ തരാറുള്ളൂ. ഒരുപാട് മരുന്നുണ്ടായിരുന്നു, ഒരു 7-8 തരം. അത് കഴിച്ച് ഞാൻ പിന്നെ അന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഉണർന്നത് പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കാൻ. എനിക്കത് ഓർമ്മയുണ്ട്. ഒരു 7 മണി 8 മണി സമയത്താണ് കൊണ്ടുപോയത്. മരുന്ന് വന്നു കഴിഞ്ഞൊരു 8:30 ആയപ്പോഴേക്കും ഞാൻ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ്. അത്രമാത്രം ശക്തിയുള്ള മരുന്നാണ്. എന്ത് മരുന്നാണെന്നൊന്നും എനിക്കറിയാം. എന്ത് മരുന്നാന്ന് ഞാൻ എന്നോട് പറയാറുമില്ല. നിരന്തരം ഭീഷണി നേരിടുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെ മരുന്നിന്റെ പേര് ചോദിക്കുക? അതായത് ഇത്തരത്തിലുള്ള മരുന്നുകൾ തന്നിട്ട് താങ്കളുടെ ബുദ്ധിനെയും മനസ്സിനെയൊക്കെ മരവിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് തലയിൽ മുടി പോയിട്ടുണ്ട്. പിന്നെ അത് നോക്കിക്കഴിഞ്ഞപ്പം MRI സ്കാനിൽ നോക്കിയപ്പോഴാണ് ബ്ലഡ് ക്ലോട്ട് ഉണ്ട് തലയ്ക്കകത്ത്. ഇത്രയും ഞാനിപ്പോഴും ഓർക്കുന്നു. അവിടെ ന്യൂറോളജി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പം പുള്ളി ചോദിച്ചത് ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടോ എന്നാണ്. MRI സ്കാൻ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ. എന്നിട്ട് പ്രായം ചോദിച്ചു കഴിഞ്ഞപ്പം ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. അത്രമാത്രം ശക്തിയുള്ള മരുന്നുകളാണ് തന്നത്. ലൈംഗികപരമായിട്ടുള്ള ഉപദ്രവം നേരിട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും നേരിട്ടില്ല. അച്ഛൻ്റെ ഭാഗത്തുനിന്നോ? ഇല്ല, അങ്ങനൊന്നും നേരിട്ടില്ല. ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും? ഫിസിക്കലായിട്ടുള്ള അടികളും ഒക്കെ ഈ കാലഘട്ടത്തിൽ തന്നെ? ഈ കാലഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ട്. എന്ത് വെച്ച്, എന്തെങ്കിലും വെച്ച് അടിക്കുമോ? ചിലപ്പം കൈ കിട്ടുന്ന വെച്ച് അടിക്കും. അച്ഛനൊരു ക്രൂരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായത് അച്ഛന് ക്രൂരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അച്ഛന് പണ്ടത്തെ പോലല്ല. പണ്ട് ക്രൂരത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ അച്ഛന് 2 സ്ട്രോക്ക് വന്ന ആളാണ്. 2 സ്ട്രോക്ക് വന്നിട്ടുണ്ട്. പിന്നെ അച്ഛന് കഴുത്തിലോട്ട് പോകുന്ന ഒരു പ്രധാന അത് ഫാമിലി ആയിട്ടുള്ള ഒരു പ്രധാന രക്തക്കുഴലിന് ഒരു ഇതുണ്ട്. അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൈ BP മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പം അച്ഛൻ തന്നെ പറയാറുണ്ട്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ല, പിന്നെ ഒന്നും അറിയത്തില്ല എന്നുള്ള. മെമ്മറി പ്രോബ്ലം ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു സ്വഭാവം ഇങ്ങനെയാണ്. അതായത് ചെറുപ്പം മുതലേ കുടുംബത്തിന്റെ കാര്യം നോക്കി അച്ഛൻ തന്നെയാണ്, അച്ഛൻ്റെ ഫാമിലിയുടെ ഒക്കെ കാര്യം. അപ്പം ഇവ രാഷ്ട്രീയത്തിലുള്ള ഇതുമെല്ലാം വെച്ച്, അതായത് മറ്റൊരാൾ ഒരു കാര്യം പറഞ്ഞാലും അനുവദിക്കില്ല. അമ്മയോട് അച്ഛൻ എങ്ങനെയാണ്? അമ്മയോടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വ്യത്യാസം. അമ്മയെ അടിക്കാറുണ്ടോ? അല്ല, തല്ലാറുണ്ടോ? ചിലപ്പം അത് ഭീകരമായിട്ടൊന്നുമില്ല, ചില സമയത്തുണ്ടായിട്ടുണ്ട്. അപ്പം അമ്മ ഇങ്ങനെ റിയാക്ട് ചെയ്യും? വീട്ടിൽ അതിൻ്റെ പേരിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് അമ്മയും അനിയനും ഒന്നും ഇപ്പം വീട്ടിലില്ല. അവരെവിടെയാ? അമ്മ ജോലി സ്ഥലത്താണ്, എറണാകുളത്താണ്. അനിയൻ
അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വേറൊരു ജോലി ചെയ്യുകയാണ് ഇപ്പോൾ. അവിടെ ഒരു സാധാരണ ഒരു ഫീൽഡ് ഒരു ജോലി ചെയ്യുകയാണ് ഇപ്പോൾ അവിടെ. വീട്ടിൽ ഇത് പ്രശ്നങ്ങളുണ്ട്. അച്ഛനാണ് കാരണക്കാരൻ. അച്ഛനാണ് കാരണക്കാരൻ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അച്ഛനാണ് കാരണക്കാരൻ. അമ്മയും ഇതേ ഉപദ്രവം അച്ഛനിൽ നിന്ന് നേരിടുന്നുണ്ട്. ഉണ്ട്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി അവർക്ക് മുമ്പാകെ അവരുടെ നിർദ്ദേശമനുസരിച്ചിട്ട് താങ്കൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞു അല്ലേ? എവിടെയാണ് കഴിഞ്ഞത്? കോട്ടയം മെഡിക്കൽ കോളേജ്. അതായത് അസുഖം ഉണ്ടെന്ന് എഴുതി അതേ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് ചേർന്ന് പരിശോധിച്ചു. എല്ലാ ടെസ്റ്റുകളും നടത്തി. എത്ര കാലയളവ് അവിടെ കഴിഞ്ഞു? 10-13 ദിവസം. 10-13 ദിവസം കടന്നു. എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്തത്? ടെസ്റ്റുകൾ പേഴ്സണാലിറ്റി ടെസ്റ്റ്, മാനിയ ടെസ്റ്റ്, റോക്ഷാക്ക് ടെസ്റ്റ്, പിന്നെ നിരന്തരമായി ഈ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള കൺസൾട്ടേഷൻസ് അതൊക്കെ നടത്തി. അതായത് ആ റിപ്പോർട്ട് ഇപ്പം എൻ്റെ കൈവശമുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരള, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഗാന്ധിനഗർ, കോട്ടയം. അവിടെയാണ് ഇത്രയും ദിവസം ചികിത്സയ്ക്ക് വിധേയമായത്. അതായത് താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട്. 28/5/2025 തൊട്ട് 9/6/2025 വരെ. അതായത് മെയ് തൊട്ടിട്ട് 28 മെയ് തൊട്ടിട്ട് 9 ജൂൺ വരെ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിഞ്ഞു. അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഓൺ സീരിയസ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ he was conscious and oriented. His psychomotor activity was normal and his talk was relevant and coherent. No psychotic symptoms were elicited. He expressed worries regarding the mental issues, regarding the issues with his father. No active suicidal ideations were expressed during the serial mental status examination. He had no signs of alcohol or any other substance dependence withdrawal during the evaluation period. In the ward, his self-care was adequate. He was cooperative for evaluation. No aggressive or disruptive behavior or any self-injurious behavior was noted in the ward. And his behavior towards the ward staff and his mother was cordial. He was administered the brief psychiatric rating scale and young mania rating scale. And the scores did not show any sign of mental illness. Neurology consultation was done and no interventions were suggested. യാതൊരു തരത്തിലുള്ള അസുഖങ്ങളില്ല, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും താങ്കൾക്കില്ല. അപ്പോൾ ആരാണ് ഇവിടെ കുറ്റക്കാരൻ? ആരാണ് അപ്പോൾ ഇവിടെ കുറ്റക്കാരൻ? ഇതിൽ കുറ്റക്കാരൻ ഞാൻ പറയും മെഡിക്കൽ സിസ്റ്റം തന്നെയാണെന്ന് പറയും. സൈക്യാട്രിക് സിസ്റ്റം തന്നെയാണ്. കാരണം ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൗൺസിലിങ്ങിന് തീർക്കേണ്ട വിഷയമാണ്. അല്ലാതെ അതിൽ ലാഭം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് നമ്മൾ കരുതും ഇത് നിസ്സാരമായ മരുന്നുകളാണ്. പക്ഷേ ഈ 2 ദിവസം കിടത്തുന്നതിന് ഒരു ഹോസ്പിറ്റലിൽ മേടിച്ച 12,000 രൂപയാണ്. അത് അറിയുമ്പോൾ നമ്മൾ കരുതുന്നത് നിസ്സാരമായ പ്രശ്നമാണ്, ഇവർ ഒരു കുഴപ്പമില്ല. പക്ഷേ 12,000-10,000 രൂപയാണ് 1-2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് മേടിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരു അസുഖമില്ലാത്ത ഒരാളെ ഇതാക്കുക, ഇത് എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാക്കാം. കാരണം ഒരു കുടുംബ പ്രശ്നത്തിനിടക്കാണ് സംഭവിക്കുന്നത്. ഒരാളെ മാത്രം ഭ്രാന്തെന്ന് വെച്ചാൽ കുടുംബ പ്രശ്നങ്ങൾ എത്ര രീതിയിൽ വളരും. അത് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ. ആ കൗൺസിലിങ്ങിന് വിധേയമാക്കപ്പെട്ടിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണമല്ലോ യഥാർത്ഥത്തിൽ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടത്. അതെ, അങ്ങനെ കൗൺസിലിന് വിധേയമാക്കപ്പെട്ടില്ല. വിധേയമാക്കി ഇതുവരെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ആരും ചോദിച്ചിട്ടില്ല. അസുഖം എഴുതി തരിക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കൊള്ള ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ ഡയഗ്നോസ് ഒന്നും ചെയ്യാതെ മരുന്ന് തന്ന് താങ്കളെ കുറച്ച് നാള് ഇവിടുത്തെ ചില ആശുപത്രികൾ കിടത്തി പിന്നീട് മരുന്നുകൾ തരാൻ ശ്രമിച്ചു. ബൈപോളർ ഡിസോർഡർ എന്നായിരുന്നു ഇവരൊക്കെ. അതെ, ബൈപോളർ ഡിസോർഡർ എന്നാണ് എഴുതിയിരുന്നത്. പക്ഷെ ഈ റിപ്പോർട്ടിൽ അങ്ങനെ ഇല്ല. ഈ റിപ്പോർട്ടിൽ വരില്ല. കാരണം ഈ റിപ്പോർട്ട് മാത്രമാണ് കൃത്യമായിട്ടുള്ള ഡയഗ്നോസ് നടത്തിയത്. ബൈപോളർ ഡിസോർഡർ ഒരാൾക്ക് എഴുതണമെങ്കിൽ അയാൾക്ക് ഒരാഴ്ച അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന മാനിയാക്ക് എപ്പിസോഡ്സ് വേണം. 2 ദിവസം കിടത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരാഴ്ച ഉള്ള മാനിയാക്ക് എപ്പിസോഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക?
ഈ റിപ്പോർട്ടിലാണ് കൃത്യമായിട്ട് ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് വെളിയിൽ വരാൻ പറ്റുന്ന കാലയളവ് കിടത്തിയിട്ടുള്ളൂ 10-13 ദിവസം. 2 ദിവസം കിടത്തിയിട്ട് എങ്ങനെയാണ് അവർക്ക് അത് തെളിയിക്കാൻ വേണ്ടി പറ്റുക? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഒന്നിലധികം ഹോസ്പിറ്റലിൽ താങ്കൾ പോയിട്ടുണ്ട്, അവിടെ ചികിത്സ തേടിയിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്. NSS ഹോസ്പിറ്റൽ പന്തളം, സെന്റ് തോമസ് ഹോസ്പിറ്റൽ ചെട്ടിപ്പുഴ, അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ്. ഇവിടെ ഈ NSS ഹോസ്പിറ്റൽ പന്തളവും സെന്റ് തോമസ് ഹോസ്പിറ്റൽ ചെട്ടിപ്പുഴ ഇവിടെയൊക്കെ ആദ്യം കിടത്തിയതിന് ശേഷമാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഇതിൽ NSS ഹോസ്പിറ്റൽ പന്തളം അവരും ഈ രീതിയിൽ തന്നെ ആയിരുന്നോ? അതെ, സെയിം രീതിയിലാണ് എല്ലാവരും ഒരാളൊന്നും ചോദിച്ചിട്ടില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അവിടെ ഓരോ ഹോസ്പിറ്റലിൽ ഓരോ വാർഡുകളിൽ കിടക്കുമ്പം അവിടെയുള്ള മറ്റുള്ളവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അവരും പറയുന്നത് വീട്ടുകാർ പ്രായമായ ഒരു എൻ്റെ അതേ റൂമിൽ പ്രായമായ ഒരാൾ, ഒരു റിട്ടയർഡ് ആർമി മാൻ ആയിരുന്നു. അയാൾ പറഞ്ഞു വീട്ടിൽ മദ്യപിച്ചതിന് മക്കൾ കൊണ്ടുവന്നിട്ടതാണ് എന്നാണ് പറഞ്ഞത്. ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മളവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെടും, എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ ഞാൻ എത്ര കാലമായിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് മെഡിസിൻ കഴിക്കുന്നത്? എത്ര കാലമായിട്ടുണ്ടാവും? സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കാറില്ല. മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-6 കൊല്ലമായി. 5-6 കൊല്ലമായി? അതെ, അതായത് 5-6 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 മാസം കഴിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായി നിർത്തും. അങ്ങനെ 2018 കാലഘട്ടത്തിൽ കഴിച്ചു, പിന്നെ 2021 കാലഘട്ടത്തിൽ കഴിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ 2024 തുടങ്ങുന്നത്. ഞാൻ ശരിക്കും പേഴ്സണലി താങ്കളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ, താങ്കൾ പേഴ്സണലി മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ്? പേഴ്സണലി നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സ്വന്തം ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ പ്രായമായിട്ട്. അതിന് നിയമ സംവിധാനങ്ങളെ ഉപയോഗിക്കുകയാണ്. കുട്ടിക്കാലത്ത് അടിച്ചും വഴക്ക് പറഞ്ഞും ഇതാക്കി. ഇപ്പം ഈ പ്രായത്തിൽ അതിന് സാധിക്കാത്തതുകൊണ്ട് നിയമ സംവിധാനങ്ങളെ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയാണ്. അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പ്രശ്നം എപ്പോഴാണ് പോലീസിൽ നിന്ന്, നാട്ടുകാരുടെ മുഴുവൻ നിന്ന് ഉള്ള അപമാനം, ജീവിതത്തിൽ ഒരു പെറ്റി കേസ്, ഒരു വാഹനത്തിൽ ഹെൽമെറ്റ് ഇടാതെ പോയിട്ട് പോലും ഒരു പെറ്റി കേസ് ഇല്ലാത്ത ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയുള്ള അപമാനം. അച്ഛനും അമ്മയും നല്ല രീതിയിൽ വളർത്തിയില്ല എന്ന കുറ്റബോധമുണ്ടോ? നല്ല രീതിയിൽ വളർത്തിയില്ല എന്ന് പെരുമാറ്റം കൊണ്ട് നല്ല രീതിയല്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. പെരുമാറ്റം നല്ല രീതിയിലേ അല്ല പെരുമാറിയിട്ടുള്ളത്. പെരുമാറിയത് നല്ല രീതിയിലല്ല. അങ്ങനെ കുട്ടിക്കാലം മുതലേ നല്ല രീതിയിൽ പെരുമാറാത്തത് കൊണ്ട് താങ്കളുടെ മാനസികപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും താങ്കൾ പേഴ്സണാലിറ്റിയിലൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്. ഒരാളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പേടിയുണ്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. വളരെ ഇൻട്രോവേർട്ടായി മാറി, കുട്ടിക്കാലത്തുള്ളതിനേക്കാളൊക്കെ അത് മാറിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ക്രൈം ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? മാതാപിതാക്കളും, പറയുന്ന കേൾക്കാത്ത മാതാപിതാക്കളും, തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്ന മാതാപിതാക്കളും, അവരെ തെറ്റിദ്ധരിപ്പിച്ച് ലാഭം കൊയ്ത ഹോസ്പിറ്റലുകാരും, കൃത്യമായ നിയമ സംവിധാനം, അതായത് കൃത്യമായ വകുപ്പുകളുണ്ട്, അത് നോക്കാതെ ഇതിൽ കയറി ഇടപെട്ട പോലീസ് അടക്കമുള്ള അതോറിറ്റീസും, പിന്നെ കൃത്യമായി ഇതിനുള്ള ലീഗൽ എയ്ഡിൻ്റെ കാര്യങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളിലും അറിയിക്കാതിരുന്ന മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയും. ഇപ്പം ഈ മെഡിക്കൽ റെക്കോർഡുകൾ പോലും തരുന്നില്ല. ഞാനതിന് പരാതിപ്പെട്ടു, ആരോഗ്യമന്ത്രിക്കടക്കം പരാതിപ്പെട്ടു, മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിക്ക് പരാതിപ്പെട്ടു, മെഡിക്കൽ കമ്മീഷന് പരാതിപ്പെട്ടു. ഇവർക്കൊക്കെ പരാതിപ്പെട്ടിട്ട് 3-4-5 മാസമായി. എവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ടാണ് കിട്ടാത്തത്? 2 പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും മെഡിക്കൽ NSS ഹോസ്പിറ്റൽ പന്തളവും സെന്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴയും മെഡിക്കൽ. ഇവരൊക്കെ താങ്കളിൽ നിന്ന് എത്ര രൂപ ഈടാക്കി അവിടെ കിടത്തുന്നതിന്? ഈ പർട്ടിക്കുലർലി ഈ സെന്റ് തോമസ് ഹോസ്പിറ്റൽ ചെട്ടിപ്പുഴയും NSS ഹോസ്പിറ്റൽ പന്തളവും അവർ 7000 രൂപ സെന്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ 2 ദിവസത്തെ 2-3 ദിവസത്തേന് ഈടാക്കി. പന്തളം ഹോസ്പിറ്റൽ 10000 ഈടാക്കി 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനായിട്ട്.
മെഡിക്കൽ റെക്കോർഡ്സ് ചോദിച്ചിട്ട് തരുന്നില്ല. മെഡിക്കൽ റെക്കോർഡ്സ് ചോദിച്ചിട്ട് തരുന്നില്ല. ആദ്യം പറഞ്ഞത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ തരും. നേരിട്ട് വന്നു കഴിഞ്ഞാൽ തരിക എന്ന് പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ ഇത് കൊടുത്തിട്ടാണ് വിട്ടത്. എൻ്റെ അനുവാദത്തോടു കൂടി ഇത് കൊടുക്കാം എന്ന് എഴുതി കൊടുത്തിട്ടാണ് വിട്ടത്. അവർ പറഞ്ഞു നേരിട്ട് വന്നു കഴിഞ്ഞാലേ തരൂ. നേരിട്ട് ചെന്ന് കഴിഞ്ഞപ്പം പറയുന്നത് ഞാൻ എൻ്റെ സമ്മതത്തോടു കൂടാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് എഴുതി കൊടുക്കണം. ഇതൊരു തരത്തിൽ ഫോർജറി ഓഫ് റെക്കോർഡ്സ് ആണ്. ഫോർജറി, കാരണം ഞാൻ തെറ്റായ ഒരു എവിഡൻസ് ആക്കി കൊടുക്കാനാണ് പറയുന്നത്. ഫോർജറിയാണ്. അങ്ങനെ എഴുതി കൊടുത്താലേ തരുള്ളൂ. ഞാൻ എഴുതി കൊടുത്തില്ല. ഞാൻ ഉടനെ ആരോഗ്യമന്ത്രിക്ക് പരാതി വിട്ടു. ഇപ്പോൾ പരാതിപ്പെട്ടിട്ട് 2 മാസമായി. ഒരു നടപടി എടുത്തിട്ടില്ല. ഹെൽത്ത് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു എന്ന് മാത്രം പറയുന്നുണ്ട്. അല്ല, ഒരു നടപടി എടുത്തിട്ടില്ല. വീണ ജോർജിന് 15 ദിവസത്തിനുള്ള റെക്കോർഡ് തരണം എന്നാണ് നിയമം. ഇത് ശരിക്കും താങ്കളുടെ മാത്രം പ്രശ്നമല്ല. അല്ല, ഇത് ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ്. ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ്. എന്നെ രണ്ട് വക്കീലന്മാർ തന്നെ, യങ് ലോയേഴ്സ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പം അതിൽ ഒരാൾ ഞാനും കൂടെ ലീഗലി മൂവ് ചെയ്യാനുള്ള ഇതിലായിരുന്നു. ഞാൻ ആദ്യം ഇതിൻ്റെ പുറകെ പോവാം, ഇതായിട്ടുണ്ടെങ്കിൽ അതാവാം എന്നുള്ള തരത്തിലായിരുന്നു. പുള്ളിയെയും കോട്ടയത്തെ ഉള്ള ഈ ഹോസ്പിറ്റലിലെ വേറെ 2 ഹോസ്പിറ്റലിലാണ് പിടിച്ചിട്ടത്. അപ്പം അദ്ദേഹം ഒരു കേരളത്തിലെ ഒരു പ്രശസ്തനായ ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ അടുത്ത ബന്ധുവാണ്. പുള്ളി ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. വീട്ടുകാർ അത് ഗുണ്ടകളെ ഉപയോഗിച്ച് രാത്രി കൊണ്ടുപോകുന്നു. 10-25 തവണ കൊണ്ടുപോയി എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം വീട്ടിൽ നിൽക്കാതെ ബാംഗ്ലൂരിൽ പോവാണ് എന്ന് എന്നോട് പറഞ്ഞു. വേറെ ഒരു അഡ്വക്കേറ്റ് ആയ ഒരാൾ കോണ്ടാക്ട് ചെയ്യുന്നു. പുള്ളിയെ 39 ദിവസമാണ് പിടിച്ചിട്ടത്. അപ്പം ഞാനിപ്പോൾ ഇതിന് പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇതാവും അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനിത് ലീഗലി മൂവ് ചെയ്യാൻ. വീട്ടുകാരെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഭ്രാന്തനാക്കി മുദ്ര കുത്തപ്പെട്ട ഒരാളാണോ താങ്കൾ? അതെ, അത് തന്നെയാണ്. അങ്ങനെ അതിന് യാതൊരു നിയമപരമായിട്ടുള്ള ശരികളും നോക്കാതെ അതിനൊപ്പം നിന്നവരാണോ ഇവിടുത്തെ താങ്കളെ ചികിത്സിച്ച ഡോക്ടർമാരും ഈ ആശുപത്രികളും? അതെ, അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവരെല്ലാവരും ഈ കേസിൽ കുറ്റക്കാരാണ്. എല്ലാവരും കുറ്റക്കാരാണ്. മരുന്നുകൾ പലതും കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. അതെ. ഈ മാനസികാരോഗ്യ പ്രശ്നം നേരിടുന്ന പല ആളുകൾക്കും ഇത്തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇത് ശരീരത്തിലും മാനസികപരമായിട്ടൊക്കെ കൊണ്ടുതരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് അതിഭയാനകമാണ്. നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ് പലപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിലപ്പം അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, പലവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്തൊക്കെയാണ് നേരിട്ട ബുദ്ധിമുട്ടുകൾ? ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടാണ്. ഞാൻ ഇതാണ് ഇതിൻ്റെ ഭാഗമായി പറഞ്ഞത്. എൻ്റെ മുടി മുഴുവൻ കൊഴിഞ്ഞുപോയി. എത്ര വർഷം മുമ്പ് മുടി മുഴുവൻ കൊഴിഞ്ഞുപോയി. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് തലയിൽ ബ്ലഡ് ക്ലോട്ടുകൾ അടക്കം ഉണ്ടായി. എന്തുവായിരുന്നു, മരുന്ന് കഴിക്കുമ്പോൾ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവും, അമിതമായ ലൈംഗിക ചിന്തകളുണ്ടാവും, ആൾക്കാരോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് ദേഷ്യം. മൊത്തത്തിൽ ഈ അസുഖത്തിന്റെ കാരണമായി പറയാൻ പറ്റുന്ന എല്ലാ ലക്ഷണങ്ങളും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. മരുന്ന് തന്നെ ഒരു പ്രശ്നമാണെന്ന്. മരുന്നൊരു രോഗം ചികിത്സിക്കാനുള്ള ഒരു മരുന്ന്, അതില്ലാത്ത ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. എഴുന്നേക്കാൻ പറ്റത്തില്ല രാവിലെ. ഞാൻ എങ്ങനെയാണോ എഴുന്നേറ്റ്, ഒരാളുടെ ശക്തിയും ഊർജവും ഇല്ല, എല്ലാം അങ്ങ് സപ്രസ് ചെയ്യാം. പാവയെ പോലെ ആയിപ്പോവും. ഒരാളുടെ പാവയെ പോലെ എക്സാക്ട്ലി ഒരു അടിമകളെ ഉണ്ടാക്കുകയാണ് ഭരണകൂടം. ചങ്ങലക്കിടുന്ന അടിമകൾ, ആ അടിമകളാണ് ഈ സൈക്കാട്രി ഹോസ്പിറ്റലുകൾ, വാർഡുകളിൽ കഴിയുന്ന പല രോഗികളും. അല്ലേ? അങ്ങനെ തന്നെയാണ്. അത് അനങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ഒരാൾ വിരള ഞൊടിച്ചാൽ നിൽക്കുന്ന തരത്തിലായിപ്പോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരാളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പേടി വരും. ഒന്നും ചെയ്യാൻ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡിഗ്രി പൂർത്തിയാക്കിയെന്ന് പോലും എനിക്കിപ്പോഴും അറിയില്ല. ഒരു സാധനം വായിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്കൊന്നിലും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റത്തില്ല. ചിന്തകൾ എങ്ങോട്ടൊക്കെയോ കാട് കയറിപ്പോവും. ഒരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല, ഒരു കാര്യം അറിയാൻ പറ്റില്ല. ഇടയ്ക്കിടെ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവുക. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. എഴുന്നേക്കാൻ പറ്റത്തില്ല. എഴുന്നേക്കാൻ പറ്റാത്തതിന് അടുത്ത വേറെ, ഈ മരുന്ന് കഴിപ്പിച്ച് എഴുന്നേക്കാൻ പറ്റാത്തതിന് അതിനടുത്ത ചീത്ത കേൾക്കണം. പക്ഷെ ചില വിഷയങ്ങൾക്ക്, എന്ത് തന്നെ ആയിക്കോട്ടെ, ചില വിഷയങ്ങൾക്ക് മരുന്ന് അത്യാവശ്യമില്ലേ? അതെ. അപ്പോൾ മരുന്ന് നൽകണ്ടേ?
മരുന്ന്, അതായത് ഈ അസുഖമുള്ള ആൾക്കാർക്ക് ഈ മരുന്നുകൾ വേണം. അതായത് ഒരു മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് ഒരു വിഷമാണ്. ആ വിഷം കഴിപ്പിക്കുന്നത് അതിനേക്കാൾ വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു മരുന്ന് കഴിപ്പിക്കുന്നത്. അലോപ്പതി മരുന്നായിരുന്നില്ലേ? ആയുർവേദം എന്തെങ്കിലും നോക്കിയായിരുന്നു? ആയുർവേദമൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ഇത് അസുഖമില്ലാത്ത ഒരാൾക്ക് അതിൻ്റെ ദോഷവശങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ദോഷവശങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാനിപ്പം ഈ അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. വളരെ മോശപ്പെട്ട, നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. നമ്മൾ മൊബൈൽ ഫോൺ നോക്കാം, ഉറങ്ങാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്ക ഗുളിക പോലെ തന്നെയാണ്, എഴുന്നേക്കാൻ പറ്റത്തില്ല. ശരീരത്തിന് ബലം ഇല്ലാതാവും. രാവിലെ എഴുന്നേറ്റൊന്ന് പല്ല് കേൾക്കാൻ പോലും പറ്റില്ല. ബലമില്ലാത്ത ഒരു മനുഷ്യനായി മാറും. ഒരാൾ ചൊൽപ്പടിക്ക് നിൽക്കുക, അത് കവിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ പ്രാന്തനാക്കാൻ വളരെയധികം എളുപ്പമാണ്. പക്ഷേ അയാൾ കടന്നു വന്ന ചുറ്റുപാടുകൾ അതിനു മുമ്പ് അന്വേഷിക്കേണ്ടതും അതിലും വലിയ രീതിയിൽ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു അന്വേഷണം മാത്രമാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. ബാക്കി ആളുകൾ തീരുമാനിക്കട്ടെ.